പ്രൊപ്പോസിഷനിലെ അടുത്ത രണ്ട് വാക്കുകൾ ആഫ്റ്റർ എന്നും ബിഫോർ എന്നും. ഇത് വളരെ ഈസിയാണ്, നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന വാക്കുകളാണ്. ആഫ്റ്റർ എന്നാൽ ഇതിന് നമ്മൾ മലയാളത്തിൽ ശേഷം എന്നും അർത്ഥം. നമുക്ക് ബിഫോർ ആണെങ്കിൽ മുമ്പിൽ എന്നും മുമ്പാകെ എന്നും അർത്ഥമുണ്ട്. മുമ്പിൽ എന്നും മുമ്പാകെ എന്നൊക്കെ അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇതെപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ഹി വിൽ കം ബിഫോർ 5 o'clock എന്ന് നമ്മൾ പറയുന്നു. എന്ന് പറഞ്ഞാൽ ഇതിനാണ് അർത്ഥം. ബിഫോർ എന്ന് പറഞ്ഞാൽ 5 മണിക്ക് മുൻപ് എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. ബിഫോർ 5 മണിക്ക് മുമ്പ്. ഹി വിൽ കം ബിഫോർ 5 o'clock 5 മണിക്ക് മുമ്പ് എന്ന അർത്ഥത്തിൽ. ഇവിടെ നമ്മൾ ആഫ്റ്റർ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് ആഫ്റ്റർ ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഹി വിൽ കം ആഫ്റ്റർ 5 o'clock 5 മണിക്ക് ശേഷം അവൻ വരും എന്ന് പറയും. ഐ വിൽ ഗിവ് യു ആഫ്റ്റർ 2 days ഞാൻ നിനക്ക് 2 ദിവസത്തിന് ശേഷം നൽകി തരാം. വിൽ യു ഗീവ് മീ ബാക്ക് ബിഫോർ 2 days ബിഫോർ 2 ദിവസത്തിന് മുമ്പേ നീ എനിക്ക് തിരികെ തരുമോ നൽകി തരുമോ എന്നുള്ള അർത്ഥത്തിലാണ് ബിഫോർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ബിഫോറും ആഫ്റ്ററും ഉപയോഗിക്കാൻ പ്രത്യേകം നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ അർത്ഥം ബിഫോർ എന്ന് പറഞ്ഞാൽ മുമ്പ് എന്നും ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ അവസാനവും എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് ബിഫോറും ആഫ്റ്ററും പ്രൊപ്പോസിഷനിൽ വരുന്ന 2 വാക്കുകളാണ്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒപ്പം തന്നെ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന വാക്കുകളുമാണ്. ഓക്കെ.